വഴിയോരത്തുള്ള കടയുടെ മുന്നിൽ കുഴഞ്ഞു വീണ സ്ത്രീക്ക് പ്രഥമ ശുശ്രൂഷ നൽകി രക്ഷകരായ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കണ്ണൂർ ചൊക്ലി VP ഓറിയന്റൽ സ്കൂളിലെ ഐഷ അലോന, ഖദീജ ഖുബ്ര, നഫീസത്തുൽ മിസ്രിയ എന്നീ വിദ്യാർത്ഥിനികളായിരുന്നു സ്ത്രീയുടെ രക്ഷയ്ക്കെത്തിയത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇങ്ങനെ നോക്കിയോണ്ടിരിക്കുന്നത്. നമ്മൾ മൈൻഡ് ചെയ്യാണ്ടേനു, റോഡ് കടക്കാൻ പോകുന്നില്ല. അപ്പൊ അവിടെ നഫീസ കൂക്കി കൊടുക്കുന്ന കേട്ട് നോക്കിയപ്പോ ആ ചേച്ചി അപ്പാടെ വീണെടുത്ത്. അപ്പാടെ ഞാനും ആയിഷവും ഓടിപ്പോയിട്ട് കാല് തടി കൊടുത്തു, നല്ലോണം കാലടി കൊടുത്ത്. എന്നിട്ട് ഞാൻ നെഞ്ഞ് തടി കൊടുക്കുമ്പോ ഇവിടെ കൈയെല്ലാം തടി കൊടുത്തു, നമ്മളെല്ലാം തടി കൊടുത്ത്. അപ്പാടെ ആര് വെള്ളമൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ തന്നെ ചേച്ചി വെള്ളം തരുമെന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി വെള്ളം തന്നെ. അപ്പൊ നമ്മൾ കുറച്ച് കൊടുത്ത്, കുറച്ച് കഴിഞ്ഞപ്പോ അവർക്ക് ബോധം വന്ന്. അപ്പൊ നമ്മള് ചോദിച്ചു ചേച്ചി ഇനി വേണോ? അപ്പൊ ഒരു പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞു. അപ്പൊ ആ ചേച്ചിക്ക് നല്ല ബോധം വന്നപ്പോ നമ്മൾ അവിടെ എണീപ്പിച്ചിട്ട് ഓട്ടോറിക്ഷയിൽ എത്തി. എന്നിട്ട് ഓര് പറഞ്ഞ് പള്ളൂർ ഹോസ്പിറ്റലിലേക്ക് പോന്നാണ്. അവരെ ചെരുപ്പെല്ലാം എടുത്തോട്ട്. അപ്പൊ അവിടെ ഒരാൾ പറയുന്ന വൈകൻ അച്ഛനുണ്ടെന്നെ, ഒരാൾ പറയുന്ന ഇത് ഇവരെ മക്കളാണോ? അപ്പൊ വൈകൻ അച്ഛൻ പറഞ്ഞ് ഇത് ഇവരെ മക്കളെല്ലാം ഈ സ്കൂൾ കുട്ടികളാണ്. ഓരോ പറയുന്നത് ഈ സ്കൂൾ കുട്ടികളായാലും ഇങ്ങനെ വേണം, ഇതാണ് ശരിക്കും സ്കൂൾ കുട്ടികള്. അങ്ങനെ അവരെ വണ്ടിയിൽ കയറ്റിയിട്ട് നമ്മൾ സ്കൂളിൽ നിന്ന് ലഭിച്ച പ്രഥമ ശുശ്രൂഷ ക്ലാസ്സാണ് ഗുണം ചെയ്തതെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. റോഡ് മുറിച്ച് കടക്കാൻ പോകുമ്പോൾ നഫീസ കൂക്കിയത് കേട്ട് നോക്കുമ്പോഴാണ് ചേച്ചി വീഴുന്നത് കണ്ടത്. ഞാനും ആയിഷയും ഓടിപ്പോയി കാൽ തടവിക്കൊടുത്തു. പിന്നെ ഞാൻ നെഞ്ചും ഇവൾ കൈയും തടവിക്കൊടുത്തു. ആരും വെള്ളമൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചേച്ചി വെള്ളം തരുമോ എന്ന് ചോദിച്ചു. ചേച്ചി വെള്ളം തന്നപ്പോൾ അത് കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഴഞ്ഞു വീണ ചേച്ചിക്ക് ബോധം വന്നു. അവരെ എണീപ്പിച്ച് ഓട്ടോറിക്ഷയിൽ ഇരുത്തി. അവർ പറഞ്ഞു പള്ളൂർ ആശുപത്രിയിലേക്ക് പോവുകയാണെന്ന്. ഇതിനിടെ ഞങ്ങൾ ഇവരുടെ മക്കളാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവരിൽ ഉണ്ടായിരുന്ന വൈകിയുടെ അച്ഛൻ പറഞ്ഞു ഇവർ മക്കളല്ല, ആ സ്കൂൾ കുട്ടികളാണെന്ന്. സ്കൂൾ കുട്ടികളായാൽ ഇങ്ങനെ വേണമെന്നും ഇതാണ് സ്കൂൾ കുട്ടികളെന്നും അപ്പോൾ അവർ പറഞ്ഞു. ഇങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഈ സംഭവം വിവരിച്ചത്. കുഞ്ഞുമക്കൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചറും ഫേസ്ബുക്കിൽ കുറിച്ചു. ചൊക്ലി VP ഓറിയന്റൽ സ്കൂളിലെ കുട്ടികൾ സ്കൂളിൽ നിന്ന് കിട്ടിയ പ്രഥമ ശുശ്രൂഷ പാഠം പ്രാവർത്തികമാക്കിയപ്പോൾ 2018 കേരളത്തിൽ സമ്പൂർണ്ണ ട്രോമ കെയർ പദ്ധതിക്ക് തുടക്കം കുറിച്ചപ്പോൾ അടിയന്തര ചികിത്സാ വിഭാഗം ശക്തമാക്കുന്നതിനും 108 ആംബുലൻസുകൾ വിന്യസിക്കുന്നതിനും ബഹുജനങ്ങൾക്ക് പരിശീലനം നൽകാനും തീരുമാനിച്ചിരുന്നു. പ്രഥമ ശുശ്രൂഷ പാഠത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ കുട്ടികൾക്കും പഠിപ്പിച്ച അധ്യാപകരും അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ടീച്ചറിന്റെ വാചകങ്ങൾ.